രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മനസ്സിൻ്റെ അകത്ത് നിന്ന് വരുന്ന മോട്ടിവേഷനാണ്. അവർക്കുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് സാറ്റിസ്ഫാക്ഷൻ, അവർക്കത് എൻജോയ് ചെയ്യാൻ വരും. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുറമേ നിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവർക്ക് നൽകുന്ന ഒരു മോട്ടിവേഷനാണ്. അത് ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ട്രോഫി, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഉപഹാരം നൽകിയിട്ടാവാം. ഇങ്ങനെയുള്ള ഒരു മോട്ടിവേഷനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉള്ള ആളുകൾക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ നൽകുന്നത് നല്ലതല്ല എന്നുള്ള പല സൈക്കോളജിസ്റ്റിൻ്റെയും അഭിപ്രായങ്ങളുണ്ട്. കാരണം ഓൾറെഡി മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന ആളുകൾക്ക് പുറമേ നിന്നുള്ള മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അകത്തുള്ള മോട്ടിവേഷൻ കുറയുകയും അവർ കോമൺ ആയിട്ട് പൊതുവെ അവർ എക്സ്റ്റൻസിക് മോട്ടിവേറ്റർ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവർ പുറമേ നിന്നുള്ള റിവാർഡുകൾ അവർ ആഗ്രഹിച്ച് അവർ എക്സ്റ്റൻസിക് മോട്ടിവേഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നൊരു അഭിപ്രായങ്ങളുണ്ട്. താങ്ക് യു.